നമസ്കാരം. 2025 ഡിസംബർ 29 രാത്രി 8:30 മണി. ആ സമയത്താണ് കല്യാൺപുരിയിൽ നിന്ന് സഹുദിന്റെ ഫോൺ കോള് അവർക്ക് ലഭിക്കുന്നത്. എന്നാ മോളെ ഫോൺ അറ്റൻഡ് ചെയ്തുടൻ ചേച്ചിയെ ആ അനിയത്തിയോട് ചോദിച്ചതും അവള് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇത് ശരിയാവില്ല, അമ്മ വെറുതെ എന്നെ കുറ്റപ്പെടുത്തുകയാണ്. ചേച്ചിക്ക് അറിയാമല്ലോ, എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് നിൽക്കൂ. അവളുടെ അനുജത്തി ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് മക്കളുമായിട്ട് ഇപ്പൊ അമ്മയ്ക്കൊപ്പം വന്ന് നിൽക്കുകയാണ്. ആ കാര്യത്തിന്റെ പേരിൽ അമ്മയും മകളും തമ്മിൽ മിക്കവാറും വഴക്കാണ്. അതറിയാവുന്ന ആ ചേച്ചി അനുജത്തിയോട് പറഞ്ഞു, ഏയ് നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട ചേച്ചി, അതങ്ങനെയല്ല, എനിക്ക് ആകെ ഒരു ടെൻഷൻ. ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടിട്ട് വരാം. എവിടെയാണ് നിന്റെ സുഹൃത്തുള്ളത്? അത് സെക്ടർ 23-ലാണ്. ഞാൻ അവളെ ഒന്ന് കണ്ട് കുറച്ചു നേരം അവൾക്കൊപ്പം ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു ആശ്വാസവും. ചേച്ചി മോളോടൊന്ന് പറഞ്ഞിരിക്കണേ. ആ ചേച്ചിയുടെ മകളുമായി നല്ല അടുപ്പത്തിലാണ് ആ സഹോദരി. അവർ തമ്മിൽ മിക്കവാറും ഫോണിൽ സംസാരിക്കാറുമുണ്ട്. എന്തായാലും അനുജത്തിയെ ആശ്വസിപ്പിച്ച് ചേച്ചി ഫോൺ കട്ട് ചെയ്തു. ഈ സംഭവം കഴിഞ്ഞ് കൃത്യം 7 മണിക്കൂറായപ്പോൾ 30-ാം തീയതി രാവിലെ 3:30 വീണ്ടും ആ ചേച്ചിയുടെ ഫോൺ ബെല്ലടിച്ചു. ആരാ ഇപ്പൊ ഈ രാത്രി തന്നെ വിളിക്കുന്നത്? അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ആ ലേഡി ഫോൺ എടുത്തത്. ഫോണിൽ നോക്കുമ്പോൾ അവൾ കാണുന്നത് സഹോദരിയുടെ നമ്പറാണ്. പെട്ടെന്ന് അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. എന്താ മോളെ? ആ ചോദ്യം ചോദിച്ചതും മറുഭാഗത്തുനിന്ന് ഒരു തേങ്ങല് കേട്ടു. ഏയ് എടാ, നിനക്ക് എന്തു പറ്റി? അതിന് മറുപടി പറയാതെ മറുഭാഗത്തുനിന്ന് വീണ്ടും കരച്ചിൽ മാത്രം ഇപ്പുറത്ത് ഫോണിൽ കേൾക്കാം. നീ എന്തിനാ കരയുന്നത്? ഈ രാത്രിയിൽ എന്താ പറ്റിയേ? അങ്ങനെ ചോദിച്ചിട്ടും മറുഭാഗത്തുനിന്ന് മറുപടിയില്ല. അവള് കരച്ചിലൂടെ കരച്ചിൽ. പെട്ടെന്ന് ഫോൺ കട്ടാവുകയും ചെയ്തു. ഫോൺ കട്ടായതും ചേച്ചി സെക്ടർ 23-ലെ അവളുടെ അനുജത്തിയുടെ സുഹൃത്തിനെ ഫോണിൽ വിളിച്ചു. രാത്രിയുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ അല്പസമയം കഴിഞ്ഞാണ് ഫോണ് കണക്ട് ആയതും ആ ലേഡിയോട് അവളുടെ അനുജത്തി എവിടെയെന്ന് തിരക്കിപ്പോ, അയ്യോ അവള് നേരത്തെ പോയല്ലോ. എപ്പോ പോയി? ഏകദേശം ഒരു 11:30 മണി കഴിഞ്ഞപ്പോ ഇവിടുന്ന് പോയായിരുന്നു. ആ മറുപടി കേട്ടതും ഫോൺ കട്ട് ചെയ്ത് ആ കല്യാൺപുരിയിലുള്ള ആ ലേഡി വീണ്ടും അവിടെ അനിയത്തിയെ വിളിച്ചു. അനിയത്തി ഫോൺ എടുത്തു. അവളോട് കാര്യം തിരക്കിപ്പോ അവള് ഫരീദാബാദിലെ SGM നഗറിലെ രാജ ചൗക്കിന് സമീപത്ത് റോഡ് സൈഡിൽ ഇരിക്കുകയാണെന്നുള്ള മറുപടിയാണ് കിട്ടിയത്. അവള് ശരിക്കും ഒരു പ്രസക്തിപ്പെട്ടിരിക്കുകയാണ്. അവൾക്ക് എണീക്കാൻ പോലും വയ്യ, പരിക്ക് പറ്റിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അവളുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയതും ചേച്ചി ഉടൻ തന്നെ അങ്ങോട്ട് വരാമെന്ന് അവൾക്ക് വാക്ക് കൊടുത്തു. ആ രാത്രിയിൽ അപ്പൊ തന്നെ കല്യാൺപുരിയിലുള്ള ആ ലേഡി അവളുടെ ബന്ധുക്കളെ മുഴുവൻ വിളിച്ചു വരുത്തി ഒരു കാറും എടുത്ത് അതിവേഗം ആ രാജ ചൗക്കിലെത്തി. അവിടെ രാജ ചൗക്കിൽ ഒരു ഹോട്ടലിനോട് ചേർന്നുള്ള ചുവരിൽ ചാരിയിരിക്കുകയാണ് അവളുടെ അനുജത്തി. അവളുടെ അടുത്തേക്ക് ഓടിയെത്തിയ ആ ചേച്ചിയും അവളുടെ അമ്മയും ആ പെൺകുട്ടിയെ കണ്ട് അക്ഷരാർത്ഥത്തിൽ കരഞ്ഞു പോവുകയാണ്. അവളുടെ അനുജത്തിന്റെ മുഖത്തൂടി രക്തം വാർന്നിറങ്ങി മുഖം തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിലായിരിക്കുകയാണ്. അവൾ ആകെ അവശയാണ്. ഉടൻ തന്നെ ആ ലേഡിയെ അവരെല്ലാരും കൂടി സമീപത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അതിവേഗം കൊണ്ടുവന്നു. അവിടെ അവളെ പരിശോധിച്ച ഡോക്ടേഴ്സ് അപ്പൊ തന്നെ ദില്ലിയിലേക്ക് അവളെ ട്രാൻസ്ഫർ ചെയ്തു. ആംബുലൻസിൽ അതിവേഗം അനിയത്തെ ദില്ലിയിലേക്ക് കൊണ്ടുപോയി. ഫരീദാബാദും ദില്ലിയൊക്കെ അടുത്തടുത്ത പ്ലേസുകളാണ്. ആ ചെറിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ദില്ലിയിലെ കുറച്ചുകൂടി സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിലേക്ക് ആ പെൺകുട്ടിയെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവള് അബോധാവസ്ഥയിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും അതിവേഗം അവളെ ചികിത്സിക്കുന്ന പരിപാടിയിലേക്ക് ഡോക്ടേഴ്സ് കടന്നു. അവളുടെ മുഖത്ത് ഒത്തിരിയേറെ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. മുഖമിടിച്ച് വീണതിന്റെ ഒരു ലക്ഷണം ഒറ്റ നോട്ടത്തിൽ കാണാം. കാരണം മുഖം ഉരഞ്ഞിട്ടുമുണ്ട്. മുഖത്ത് പല ഭാഗത്തും പോറലുകൾ വീണിരിക്കുകയാണ്. ഒരു കണ്ണ് ഏതാണ്ട് സ്പ്ലിറ്റ് ആയതുപോലെ ഇരിക്കുകയാണ്. ആ കണ്ണിന്റെ ഭാഗത്ത് ഉള്ള കവിള് ഏതാണ്ട് തള്ളിയിരിപ്പുണ്ട്. അവിടുത്തെ എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. ആ ഭാഗം എവിടെയോ ഇടിച്ചതിന്റെ ഒരു ലക്ഷണമാണ് കാണുന്നത്. ആ പെൺകുട്ടിയെ ചികിത്സിക്കുന്നതിനോടൊപ്പം അവളെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്ത ഡോക്ടേഴ്സ് പുറത്ത് കാത്തു നിൽക്കുന്ന അവളുടെ സഹോദരിയോടും ബന്ധുക്കളോടും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തു. ആ പെൺകുട്ടി അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സെക്ടർ 23-ലെ സുഹൃത്തിനെ കാണാൻ പോയ തന്റെ അനുജത്തി അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം കേട്ട് ആ കല്യാൺപുരിയിലെ യുവതിയും അവളുടെ അമ്മയും അവളുടെ ബന്ധുക്കളും ഒക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. വിശ്വസിക്കാനാവാത്ത ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ആരാ അവളെ റേപ്പ് ചെയ്തത്? ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആ പെൺകുട്ടി ഇപ്പോ അബോധാവസ്ഥയിലാണ്. എന്തായാലും വിവരം ഉടൻ തന്നെ ആശുപത്രി അധികാരികൾ പോലീസിന് റിപ്പോർട്ട് ചെയ്തു. നേരെ പുലരും മുമ്പ് തന്നെ പോലീസ് ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്തു. പോലീസ് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പോലീസുകാരോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ലേഡി എത്തിയിട്ടില്ലെങ്കിലും അവൾക്ക് ബോധം വന്ന സമയത്ത് അവൾ ഡോക്ടേഴ്സിനോട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അത് ഡോക്ടർമാർ അങ്ങനെ തന്നെ പോലീസിന് റിപ്പോർട്ട് ചെയ്തു. സെക്ടർ 23-ലേക്ക് രാത്രി 8:30 മണിയോടുകൂടി ഓട്ടോറിക്ഷയിൽ അവളുടെ അമ്മയുടെ അടുത്തുനിന്ന് യാത്ര ചെയ്ത ആ ലേഡി സുഹൃത്തിനെ പോയി കണ്ടതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരാനായി സുഹൃത്തിന്റെ വീടിന്റെ മുന്നിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച്
NIT ചൗക്കിലേക്ക് ആ ഓട്ടോയിലാണ് വന്നത്. NIT ചൗക്കിന് മുന്നിൽ ഓട്ടോയിൽ ഇറങ്ങിയ ആ ലേഡി അവിടെ നിന്ന് നടന്ന് മെട്രോ ചൗക്കിലെത്തി. സെക്ടർ 23 നിന്ന് NITയിലേക്ക് വന്ന ഓട്ടോ അതിനപ്പുറത്തേക്ക് പോകാത്തത് കൊണ്ടാണ് അവൾ അവിടെ ഇറങ്ങി നടന്ന് റോഡ് ക്രോസ് ചെയ്ത് മെട്രോ ചൗക്കിലെത്തിയത്. അവിടെ നിന്ന് വേറെ ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോകണം. അതിനുവേണ്ടി ഓട്ടോയ്ക്കായി അവളവിടെ കാത്തു നിൽക്കുമ്പോൾ ആ സമയത്ത് ഓട്ടോ ഒന്നും വന്നില്ല. അപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു വാൻ അതുവഴി വന്നത്. ആ വാൻ അവളുടെ അടുത്ത് നിർത്തിയതും ആ വാനിനകത്തിരിക്കുന്ന ആളുകൾ അവൾ എങ്ങോട്ട് പോകുന്നു ചോദിച്ചതും അവളുടെ വീടിരിക്കുന്ന സ്ഥലം പറഞ്ഞു. ഞങ്ങളും അങ്ങോട്ടാണ് കയറിക്കോന്ന് അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവൾ ആ വാനിലേക്ക് കയറി. അവളുടെ വീട്ടിലേക്ക് പോകുന്ന റോഡിലൂടെ അല്പദൂരം ഓടിച്ച വാൻ പെട്ടെന്നാണ് റൂട്ട് മാറ്റി ഫരീദാബാദ് ഗുർഗാവ് റോഡിലേക്ക് കയറുന്നത്. അവൾ എന്തിനാ അതുവഴി പോകുന്നത് ചോദിച്ചതും ആ വാഹനം ഓടിക്കുന്ന ആളിന്റെയും കൂടെയുള്ള ആളിന്റെയും സ്വഭാവം അങ്ങ് മാറി. അവര് അതുവഴി ആ ഹനുമാൻ ക്ഷേത്രത്തിന് സമീപം എത്തിയതും ആളൊഴിഞ്ഞ ഒരു പ്ലേസിലേക്ക് വാഹനം ഒതുക്കിയതിന് ശേഷം ഒരാള് വാഹനത്തിന് കാവൽ നിൽക്കുമ്പോൾ മറ്റേയാള് അവളെ റേപ്പ് ചെയ്യായിരുന്നു. രണ്ടുപേരും ചേർന്ന് ഏകദേശം 2 മണിക്കൂറോളം അവളെ ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം രാത്രി ഏകദേശം ഒരു 3 മണിയോടടുപ്പിച്ച് അവളെ ആ രാജ ചൗക്കിൽ റോഡിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. അവള് തറയിലേക്ക് വീണ ആ നിമിഷത്തിൽ അവളുടെ ബോധം പോയി. ബോധം വീണപ്പോഴാണ് അവളുടെ സഹോദരിയെ വിളിച്ചത്. അപ്പോൾ സമയം രാത്രി 3:30. വീട്ടുകാരും ഡോക്ടേഴ്സും പറഞ്ഞ ആ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ദില്ലി നടുക്കിയ നിർഭയ റേപ്പ് കേസ് ഏതാണ്ട് ഇതേ ശൈലിയിലാണ് ഉണ്ടായത്. ഓടുന്ന വാഹനത്തിൽ വെച്ച് അന്ന് ആ പെൺകുട്ടിയെ ക്രൂരമായി റേപ്പ് ചെയ്ത കഥ ദില്ലി പോലീസിന് ശരിക്കും ഓർമ്മയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിവേഗം അവര് പ്രതികളെ കണ്ടുപിടിക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു. ആ ലേഡി ഇപ്പൊ വീണ്ടും അബോധാവസ്ഥയിലേക്ക് വീണിരിക്കുകയാണ്. അവൾക്ക് ബോധം വന്ന സമയത്ത് അവൾ ഡോക്ടേഴ്സിനോട് പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഒരു വാനിൽ അവളെ 2 അപരിചിതർ കയറ്റുമ്പോൾ അവള് മെട്രോ ചൗക്കിന് സമീപത്ത് നിൽക്കുകയായിരുന്നു. രാത്രി മെട്രോ ചൗക്കിൽ നിന്ന് നേരെ പോയ ആ വാഹനം അവിടെ നിന്ന് ആ ഹനുമാൻ ക്ഷേത്രം കഴിഞ്ഞപ്പോൾ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഒതുക്കിയെന്നും അവിടെ വെച്ച് അവൾ റേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ള ഇൻഫർമേഷനാണ് അവൾ പങ്കുവച്ചിരിക്കുന്നത്. തിരിച്ചവളെ കൊണ്ടുവന്ന് എറിഞ്ഞത് ആ SGM നഗറിലെ രാജാ ചൗക്കിന് സമീപത്താണ്. ഇത്രയും ഭാഗത്തുള്ള എല്ലാ CCTV വിഷ്വലുകളുമാണ് പോലീസ് ശേഖരിച്ചു തുടങ്ങിയത്. രാത്രി 11:30-ക്കും രാവിലെ 3:30-ക്കും ഇടയിലുള്ള വിഷ്വലുകളാണ് പോലീസ് ശേഖരിക്കുന്നത്. ഒരുപാട് CCTV വിഷ്വലുകൾ ശേഖരിച്ച പോലീസ് സംഘം അതിനെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടും ആ ലേഡി പറഞ്ഞ ശൈലിയിലുള്ള വാനുകളൊന്നും പോലീസിന് ശ്രദ്ധയപ്പെട്ടില്ല. പക്ഷെ അതിന് പകരം ഈ പറയുന്ന ടൈമുമായി കണക്ട് ചെയ്യുന്ന മറ്റൊരു വാഹനം അവിടെ ശ്രദ്ധയപ്പെട്ടു. അതൊരു ആംബുലൻസ് ആണ്. അവിടെ ഫരീദാബാദിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഒരു ആംബുലൻസ് ഏതാണ്ട് ഈ സെയിം സമയത്ത് മെട്രോ ചൗക്കിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ആ ആംബുലൻസ് ഫരീദാബാദ് ഗുഡ്ഗാവ് റോഡിലൂടെ മൂവ് ചെയ്യുന്നത് കാണാം. ആ ആംബുലൻസിനെ പോലീസ് CCTV വിഷ്വലുകളിലൂടെ ഫോളോ ചെയ്തപ്പോൾ അത് ആ ഹനുമാൻ കോവിലിന്റെ സമീപത്ത് വന്നത് കണ്ടു. അതിനുശേഷം രാത്രി ഏകദേശം ഒരു 3 മണി ആകാറായപ്പോൾ രാജാ ചൗക്കിലേക്ക് ആ വാഹനം വരുന്നത് കണ്ടു. ഇതിനിടയിൽ അനവധി CCTVകളിൽ ആ വാഹനം പതിഞ്ഞിട്ടുണ്ട്. ഇനി ആ ആംബുലൻസ് ആണോ ആ കുട്ടി വാനായി തെറ്റിദ്ധരിച്ചത്? ഏതാണ്ട് അർത്ഥബോധാവസ്ഥയിലാണ് ആ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി ഈ കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സിനോട് സൂചിപ്പിച്ചത്. പോലീസിനോട് ഇതുവരെയും അവൾ സംസാരിച്ചിട്ടില്ല. അവൾക്ക് പൂർണ്ണ ബോധം വന്നാലേ പോലീസിന് അവിടെ കയ്യിൽ നിന്ന് തെളിവെടുക്കാൻ പറ്റും. ഈ സമയത്ത് അവിടെ ഹോസ്പിറ്റലിൽ ആ കുട്ടിയുടെ മുഖം ശരിയാക്കാനുള്ള മൈനർ ഓപ്പറേഷൻസ് ഒന്നൊന്നായി ഡോക്ടേഴ്സ് അവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവള് ഇപ്പോഴും ബോധാവസ്ഥയ്ക്കും അബോധാവസ്ഥയ്ക്കും ഇടയിലുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ബോധം വരുന്നുണ്ട്. ബോധം വരുന്ന അവൾ പെട്ടെന്ന് തന്നെ മയക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യുകയാണ്. ഒരു വല്ലാത്തൊരു ഭയം അവളിൽ ഉണ്ടെന്ന് അവളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് പുറത്തു നിൽക്കുന്ന അവളുടെ ബന്ധുക്കൾക്ക് ഇതിനിടയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആ വിവരം പോലീസും അറിയുകയാണ്. ആ പെൺകുട്ടി ശരിക്കും സ്റ്റെബിലൈസ് ചെയ്താൽ മാത്രമേ അവളിൽ നിന്ന് വിവരം എന്തെങ്കിലും കിട്ടത്തുള്ളൂ. അവളുടെ ജീവനെ ത്രട്ടില്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഇതിനിടയിൽ പോലീസ് ആശുപത്രി അധികാരിയിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. പോലീസിന് ഇനി വേണ്ടത് പ്രതികളെയാണ്. ആ പ്രതികളിലേക്കുള്ള പോലീസിന്റെ അന്വേഷണം ഇപ്പൊ പൂർണ്ണമായും ആ ആംബുലൻസുമായി കണക്ട് ചെയ്താണ്. ആ ആംബുലൻസ് ഏത് ആശുപത്രിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞതും പോലീസ് ആശുപത്രി അധികാരിയിൽ നിന്ന് ആ ആംബുലൻസ് ഓടിച്ചിരുന്ന ഡ്രൈവറുടെയും സഹായിയുടെയും ഇൻഫർമേഷൻ കളക്ട് ചെയ്തു. ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്തപ്പോൾ അവർ രണ്ടുപേരും അബ്സ്കോണ്ടിങ് ആണ്. രണ്ടുപേരും സ്ഥലത്തുനിന്ന് മുങ്ങിയിരിക്കുകയാണ്. ആ രാത്രിയിൽ ഹോസ്പിറ്റലിലെ ആംബുലൻസുമായി മുങ്ങിയ ആ രണ്ടുപേരും പിന്നീട് ഹോസ്പിറ്റലിന് സമീപത്ത് വാഹനം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞിരിക്കുന്നുള്ള ഇൻഫർമേഷനാണ് ഇപ്പോൾ പോലീസിന്റെ കൈവശമുള്ളത്. പോലീസ് സംശയിക്കുന്നത് പോലെ അവര് പ്രതികളാകാനുള്ള സർവ്വസാധ്യതയുമുണ്ട്. പോലീസ് അവരെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ ഈ വിവരം സകല ചാനലുകളും അറിഞ്ഞു. അതിന്റെ ഫലമായിട്ട് ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ
ലീക്ക് ഔട്ടായി. ദില്ലിയെ നടുക്കിയ നിർഭയ കേസ് നടന്ന അതേ ശൈലിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് ഒരു യുവതി അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള കഥയാണ് രാവിലെ സകല ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും ന്യൂസ് ചാനലുകൾ വഴിയും ആളുകൾ അറിയുന്നത്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന വാർത്തയോടൊപ്പം കൂടുതൽ ഇൻഫർമേഷൻ ഇങ്ങനെ ഹോസ്പിറ്റലുമായി കണക്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 90 km/h എന്ന വേഗതയിൽ ആ ആംബുലൻസ് പായുന്ന സമയത്താണ് അവളെ ആ ആംബുലൻസിൽ നിന്ന് അവന്മാര് പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. ആ വേഗതയിൽ ഓടുന്ന ഒരു വാഹനത്തിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വീണാൽ അയാൾ ആ സ്പോട്ടിൽ കൊല്ലപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടോ ആ ലേഡി ആ ആഘാതത്തിൽ കൊല്ലപ്പെട്ടില്ല എന്ന് മാത്രം. അങ്ങനെ തെറിച്ചു വീണ സമയത്ത് അവളുടെ കവിള് റോഡിൽ ഇടിച്ചിരുന്നു, അവിടുത്തെ എല്ല് പൊട്ടി, കണ്ണ് പൊട്ടി. ഈ കാര്യങ്ങളൊക്കെ ഓൺലൈൻ പത്രങ്ങളും അതുപോലെ ചാനലുകളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽ അധികാരികൾ ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്തു. അവളുടെ മുഖത്ത് മാത്രം 21 മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. അവളുടെ മുഖം റോഡിൽ പിടിച്ച് ഉരച്ചതുപോലെ ആകെ കീറി മുറിഞ്ഞിരിക്കുകയാണ്. ഈ വാർത്തകൾ കൂടി ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും അതുപോലെ TV ചാനലുകളിലൂടെയും പുറത്തു വന്നതോടുകൂടി ജനത്തിന്റെ രോഷം സോഷ്യൽ മാധ്യമങ്ങൾ വഴി പ്രതിഫലിച്ചു തുടങ്ങി. ദില്ലി സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു നഗരമായി മാറിയിരിക്കുകയാണ്. BJP സർക്കാർ അധികാരമേറ്റിട്ട് അധികം നാളുകളായിട്ടില്ല. ദില്ലിയിലും ഹരിയാനയിലും BJP ഭരണമാണ്. 2 സ്ഥലത്തും അതിക്രൂരമായി സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും ഒക്കെ ഒരു സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണെന്ന ശൈലിയിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം സ്വാഭാവികമായിട്ടും അതിനൊപ്പം ഉണ്ടായി. ആളുകൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധവുമായി റോഡിൽ ഇറങ്ങുകയും ചെയ്തു. ഈ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അർഹതയില്ലേ എന്ന് ചോദിക്കുന്ന അനവധി സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് ഈ സമയത്ത് ഉണ്ടായത്. പോലീസിന്റെ മുകളിൽ ഒരു പ്രഷർ വരികയാണ്. പോലീസ് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഒത്തുകളിക്കുന്നുള്ള ശൈലിയിലേക്ക് ആരോപണം ഉണ്ടായതിനിടയിൽ പോലീസ് ആ 2 പ്രതികളെയും അവരുടെ ഒളിവ് സങ്കേതങ്ങളിൽ നിന്ന് പൊക്കുകയും ചെയ്തു. അത് ഈ പ്രക്ഷോഭത്തിന്റെ മുന ഒടിക്കുന്ന ശൈലിയിൽ കാര്യങ്ങൾ എത്തിച്ചു എന്ന് പറയാം. ഇതിനിടയിൽ പോലീസ് പിടിച്ചെടുത്ത ആ ആംബുലൻസ് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതിനകത്ത് വെച്ചാണ് റേപ്പ് നടന്നതെന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒത്തിരിയേറെ എവിഡൻസുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഫോറൻസിക് ടീം ശേഖരിക്കുന്നതിനിടയിലാണ് ഈ 2 പ്രതികളും പിടിയിലായത്. അവരാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ലേഡി തിരിച്ചറിയൽ പരേഡിലൂടെ തിരിച്ചറിയണം. അതാണ് അടുത്ത കടമ്പ. ഇതിനിടയിൽ ഹോസ്പിറ്റലിൽ ആ ലേഡിക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരുടെ ആരോഗ്യം മെച്ചപ്പെട്ടു. പോലീസ് ഹോസ്പിറ്റലിലെത്തി അവരിന്ന് തെളിവെടുത്തു. നേരത്തെ ഡോക്ടർമാർ വഴി പോലീസ് അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആ ലേഡി പോലീസിനോട് പറഞ്ഞത്. രാത്രി 8:30 മണിയോടുകൂടി ഓട്ടോയിൽ സെക്ടർ 23-ലെത്തിയ ആ പെൺകുട്ടി 11:30 മണിക്കാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അവൾ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് നേരത്തെ പറഞ്ഞതുപോലെ NIT ചൗക്കിലെത്തി. അവിടെ നിന്ന് നടന്ന് മെട്രോ ചോക്കിൽ വന്നു. മെട്രോ ചോക്കിൽ അവള് അടുത്ത ഓട്ടോയ്ക്ക് കാത്തിരിക്കുമ്പോഴാണ് ആംബുലൻസ് അവളുടെ അടുത്ത് വരുന്നത്. അവളുടെ അടുത്ത് നിർത്തിയത് ആംബുലൻസ് ആയതുകൊണ്ട് മാത്രമാണ് അവര് അവളുടെ വീടിന്റെ ഭാഗത്തേക്കാണ് പോകുന്നതെന്ന് അവളോട് പറഞ്ഞപ്പോൾ അതിനകത്ത് കയറാൻ അവൾ റെഡിയായത്. അതിനകത്തേക്ക് അവൾ കയറി അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ വാഹനത്തിന് റൂട്ട് മാറി. എന്തിനാ റൂട്ട് മാറിയെന്ന് അവൾ ചോദിക്കുമ്പോൾ തന്നെ ആ വാഹനത്തിന്റെ ഡോറൊക്കെ ലോക്ക് ചെയ്യപ്പെട്ടു. പിന്നീട് നേരത്തെ ഡോക്ടർമാർ വഴി പോലീസ് അറിഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചത്. അവള് ആ വാഹനത്തിരുന്ന് ഉറക്കെ അലറി കരയാൻ ശ്രമിച്ചപ്പോൾ അവളുടെ വാ പൊത്തിപ്പിടിച്ച ഒരാള് അവളെ നിശബ്ദമാക്കുന്നതിനിടയിൽ മറ്റേയാള് ഹനുമാൻ കോവിലിന് സമീപത്തുകൂടി ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് ആ വാഹനം ഓടിച്ചു കയറ്റി അവിടെ ഒതുക്കിയിട്ടിട്ട് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ റേപ്പ് ചെയ്യായിരുന്നു. ഈ സമയത്ത് അവളുടെ വാ പൊത്തിപ്പിടിച്ചിരുന്ന ആള് പുറത്തിറങ്ങി വാഹനത്തിലെ കാവൽ നിൽക്കായിരുന്നു. അവളെ റേപ്പ് ചെയ്യുന്നിടയിൽ അവൾ പുറത്ത് കാവൽ നിൽക്കുന്ന ആളെ കാണുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവൾ നേരത്തെ ഡോക്ടറോട് അങ്ങനെ പറഞ്ഞത്. അത് വീണ്ടും പോലീസിനോട് അവൾ ആവർത്തിച്ചു. അതിക്രൂരമായ പീഡനത്തിനാണ് അവൾ ഇരയായതെന്ന് അവൾ പറയുന്ന ആ വാക്കുകളിലൂടെ പോലീസിന് ബോധ്യമാകുന്നുണ്ട്. പോലീസ് അവളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തിരിച്ചറിയൽ പരേഡ്. ആ പിടിക്കപ്പെട്ട പ്രതികളിൽ ഒരാള് മധുര എന്നുള്ളതാണ്. അയാളുടെ വാഹനം ഓടിച്ചിരുന്നത് സഹായി ജാൻസി എന്നുള്ള ആളാണ്. അവരെ 2 പേരെയും ഇപ്പോ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ആ സ്ത്രീ ഉപദ്രവിക്കപ്പെട്ട സമയത്ത് അവൾ അലറിക്കരയാൻ ശ്രമിച്ചപ്പോൾ ഇനി അലറിക്കരഞ്ഞാൽ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തിയാണ് ആ വാനിൽ വെച്ച് റേപ്പ് ചെയ്യുന്നത്. റേപ്പ് ചെയ്തതിനു ശേഷം അവളുടെ ഫോൺ പിടിച്ചു വാങ്ങിച്ച അവന്മാർ അവളുടെ ഫോണിലേക്ക് ഗൂഗിൾ പേ വഴി 600 രൂപ അയച്ചു കൊടുത്തു എന്നുള്ള ഒരു കഥ കൂടി പ്രചരിക്കുന്നുണ്ട്. ആ പണം അയച്ചതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. എന്നാൽ തിരിച്ചറിയൽ പരേഡ് സമയത്ത് മാത്രമേ ആ പ്രതികളെ വീണ്ടും ആ ലേഡിക്ക് കാണാൻ പറ്റൂ. ഇവിടെ ഈ തിരിച്ചറിയൽ പരേഡിന് വേണ്ടിയുള്ള നടപടികൾ നടക്കുന്ന ഇതേ സമയത്ത് രാജസ്ഥാനിൽ നിന്ന് ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇവിടെ 2 കുട്ടികളുടെ അമ്മയാണ് റേപ്പ് ചെയ്യപ്പെട്ടെങ്കിൽ അവിടെ റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവളെ 2 ചെറുപ്പക്കാർ ഒരു കാറിലേക്ക് പിടിച്ചു കയറ്റി മൂവ് ചെയ്യുന്ന കാറിൽ വെച്ചാണ് അവളെ റേപ്പ് ചെയ്തത്. അവൾ ബഹളം വെച്ചത്
റോഡിൽ കൂടെ പോയ മറ്റ് വാഹനങ്ങളിലെ ആളുകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അവര് ആ വാഹനത്തെ ഫോളോ ചെയ്തപ്പോൾ അവളെ റോഡിൽ ഇറക്കി വിട്ടിട്ട് അവര് കാറുമായി രക്ഷപ്പെടുകയായിരുന്നു. ആരോടെങ്കിലും അവരെക്കുറിച്ച് സൂചിപ്പിച്ചാൽ അവളെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അവർ പോയത്. അവള് ഭയപ്പെട്ട് ആ കാര്യം വീട്ടിൽ പറയാതിരുന്നതാണ്. പക്ഷേ അവളുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാകുന്ന മാറ്റവും അവളുടെ മുഖത്ത് കാണുന്ന ഭയവും അവളുടെ അമ്മയ്ക്കും അതുപോലെ സ്കൂളിലെ ടീച്ചേഴ്സിനും സംശയം ഉണ്ടാക്കി. അവര് അവളോട് കാര്യങ്ങൾ ചോദിച്ച് പതുക്കെ വിവരങ്ങൾ ശേഖരിച്ചപ്പോഴാണ് നാടിന് നടുക്കിയ ആ റേപ്പ് കേസ് പുറത്തറിയുന്നത്. ഈ കേസ് റിപ്പോർട്ട് ചെയ്ത് അതേ സമയത്താണ് നമ്മുടെ കേരളത്തിൽ മലപ്പുറത്തെ കരുവാരക്കുണ്ടെന്ന് ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ആ വാർത്ത ഇന്ന് പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. നമ്മൾ വണ്ടൂരിൽ നിന്ന് കാളിയാവിലേക്ക് പോകുമ്പോഴാണ് വാണിയമ്പലം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷന്റെ ആ ക്രോസിംഗ് കഴിഞ്ഞ് കാളിയാവിലേക്ക് പോകുന്ന വഴിക്ക് അല്പം മുന്നോട്ട് പോയാൽ പൂങ്ങോടേക്ക് പോകുന്ന റോഡാണ്. അതുവഴി തോളൂർ വഴി നമുക്ക് തൂവൂരെത്താം. ആ റോഡിനും വാണിയമ്പലം തൂവൂര് റെയിൽവേ ലൈനിനും ഇടയിലായി ഒരു സ്ഥലത്താണ് നാടിന് നടുക്കിയ സംഭവം നടന്നിരിക്കുന്നത്. കരുവാരക്കുണ്ട് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ അവളോട് പ്രണയമുള്ള ഒരു പയ്യൻസ് അവൻ അതേ സ്കൂളിൽ 11ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ അവളെ വാണിയമ്പലത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആ കാട്ടിലിട്ട് റേപ്പ് ചെയ്തതിന് ശേഷം അവളെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ അതേ സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥി സ്കൂൾ ടൈമിൽ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുന്ന സംഭവം ഇവിടെ ഇതാ കേരളത്തിൽ തന്നെ നടന്നിരിക്കുകയാണ്. ഈ റേപ്പ് കേസ് കണ്ടപ്പോൾ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ ഒന്ന് കടന്നുപോയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ചില കണക്കുകളാണ് കിട്ടിയത്. 2023 മാത്രം ഇന്ത്യയിൽ 25,609 സ്ത്രീകളാണ് റേപ്പ് ചെയ്യപ്പെട്ടത്. അതിൽ കുട്ടികളുമുണ്ട്. 1200 പരം അറ്റംപ്റ്റും ഉണ്ടായി. 2024 കേസുകൾ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. 25 അതിനേക്കാൾ വർദ്ധിച്ചു. ഇന്ത്യയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ എന്ന ചോദ്യം സ്വാഭാവികമായി പല കോണുകളിൽ നിന്നും ഉയരും. എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് പിന്നിലെ കാരണം? ഒരുപാട് ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടി വരും. നമ്മൾ റേപ്പ് ചെയ്യപ്പെടുന്നതിന്റെ കാരണങ്ങളായി ചില സമയത്തൊക്കെ ചൂണ്ടിക്കാണിക്കുക സ്ത്രീകളുടെ വസ്ത്രധാരണവും അതുപോലെ ചിലപ്പോൾ രാത്രി സമയത്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതൊക്കെ കാരണമായി പറയും. കരുവാരക്കുണ്ടലെ സ്കൂളിലെ വിദ്യാർത്ഥിനി ഇതൊന്നുമല്ലല്ലോ. അവള് എന്നും ധരിക്കുന്ന ആ സ്കൂൾ യൂണിഫോം ധരിച്ച് അവൾക്ക് പരിചയമുള്ള അവളുടെ സീനിയർ വിദ്യാർത്ഥിക്ക് ഒപ്പമാണ് യാത്ര ചെയ്തതും അവസാനം കൊല ചെയ്യപ്പെട്ടതും. സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോഴാണ് രാജസ്ഥാനിൽ ആ പെൺകുട്ടി കാറിലേക്ക് വലിച്ചു കയറ്റപ്പെട്ടതും റേപ്പ് ചെയ്യപ്പെട്ടതും. മാന്യമായി വസ്ത്രം ധരിച്ച സ്ത്രീ സെക്ടർ 23 നിന്ന് അവളുടെ വീട്ടിലേക്ക് സാധാരണ ആളുകൾ യാത്ര ചെയ്യുന്ന അതേ സമയത്ത് യാത്ര ചെയ്യുമ്പോഴാണ് ആംബുലൻസിൽ അവൾക്ക് സഹായം കിട്ടുന്നതും അവസാനം റേപ്പ് ചെയ്യപ്പെടുന്നതും. സാഹചര്യങ്ങളും സ്ഥലവും മാറുന്നു എന്നേ ഉള്ളൂ, ചെയ്തികൾക്ക് മാറ്റമില്ല. ഇതിനേക്കാളേറെ ഞെട്ടിക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ പലരും തപ്പിക്കൊണ്ടുപോയി ഇതുപോലെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ കേസുകളൊക്കെ ഉണ്ട്. ആ കേസുകൾ ഞാൻ ബോധപൂർവം പറയാത്തതാണ്. കേട്ടാൽ ഞെട്ടലും സങ്കടവും ഒക്കെ തോന്നും. നമ്മൾ മൃഗങ്ങളായി മാറുന്നതാണോ അതോ മറ്റെന്തെങ്കിലുമായി മാറുന്നതാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ട ഒരു ടൈം ആയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കേസുകൾ ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ശരിക്കും ഇതൊരു രോഗമാണോ രോഗലക്ഷണമാണോ എന്ന് നമ്മൾ അന്വേഷിച്ച് ഒരു ചികിത്സ ആരംഭിക്കേണ്ട സമയമായി. അതികഠിനമായ ശിക്ഷ അത് അനിവാര്യമാണ്. നമ്മൾ ഇത്തരം കേസുകൾ ചർച്ച ചെയ്യുന്നത് ശരിക്കും ലിമിറ്റഡ് സ്പേസിനകത്തായിരിക്കും. നമുക്ക് ഈ കേസ് ചർച്ച ചെയ്യണമെങ്കിൽ മറുഭാഗത്ത് ഒരു MLA എങ്കിലും ഉണ്ടാകണം. അതാണ് നമ്മുടെ ഒരു നിലവാരം. അത് നിങ്ങളോട് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ കഥ നിങ്ങളോട് സൂചിപ്പിച്ചത്. എം ലൈഫിൽ നിന്ന് ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.